സന്ദീപ് വാചസ്പതി, ഇപ്പോൾ CJP സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദേശവിരുദ്ധ ശക്തികളെ കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ. തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ജനം TV ഇത് സംബന്ധിച്ച് നിരന്തരം വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുകയല്ല, നടി ആകാംക്ഷ പുരി നമ്മളോട് പറഞ്ഞതല്ല, ദേശീയ അന്വേഷണ വാർത്താ ഏജൻസികളോടാണ് ഇത് പറയുന്നത്. ANIയോട് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. അതായത് തങ്ങൾക്ക് ലഭിച്ച ഓഫറുകൾ എന്താണ്, അതായത് സ്റ്റേ റീൽ ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പണം ലഭിക്കും, കൂടുതൽ ഫോളോവേഴ്സിനെ ലഭിക്കും, അങ്ങനെ വമ്പൻ വാഗ്ദാനമാണ്. അത് തനിക്ക് എന്തായിരുന്നു വാഗ്ദാനം എന്നുള്ളതാണ് ഈ ആകാംക്ഷ പുരി പറയുന്നത്. ഇത് കേവലം ആകാംക്ഷ പുരിയുടെ വെളിപ്പെടുത്തലല്ല. നമുക്കറിയാം, കേരളത്തിൽ നടക്കം രാജ്യതല സ്ഥാനത്തേക്ക് വണ്ടി കയറിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെല്ലാം തന്നെ ഇതിൽ ഉത്തരം പറയേണ്ടതായി വരും. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത്? ഈ സമരം ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതിന് ആർക്കും യാതൊരു വിലക്കുമില്ല. ഏതൊരു സർക്കാരിനെതിരെയും സർക്കാരിന്റെ നയങ്ങളോട് വിരോധമുള്ളവർ, എതിർപ്പുള്ളവർക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്കറിയാം. ഈ രാജ്യം എത്രയോ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എത്രയോ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് സർക്കാർ ഓൾറെഡി പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി ഒരു കുക്ഡപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു. ആ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമരം തുടങ്ങുന്നു. ഈ സമരത്തിന് വേണ്ടി നമുക്കറിയാം, ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെ പറ്റി അറിയാം. അവരിൽ പലരും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പലരും അവിടേക്ക് സമരത്തിന് ജെനുവിനായി പോയിട്ടുള്ള ആൾക്കാരെ പോലും നമുക്കറിയാം. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ അവിടെ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ വലിയ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ സമരങ്ങളിൽ വെളിവായതാണ്. നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമ സമയത്ത് നമ്മൾ കണ്ടതല്ലേ. ഒരു ട്വിറ്ററിൽ, അന്ന് ട്വിറ്റർ ആണല്ലോ, എക്സ് അല്ല, ട്വിറ്ററിൽ എന്താണ് നിങ്ങൾ ട്വീറ്റ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച ടൂൾ കിറ്റ് പുറത്തു കൊടുത്ത ആൾക്കാരുടെ വിഷയങ്ങൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഇത് തന്നെയായിരുന്നു കർഷക പ്രക്ഷോഭത്തിലുണ്ടായത്. ഇത് തന്നെയാണ് CAAയുമായി ബന്ധപ്പെട്ട് ദില്ലി കലാപത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതികരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണത്തിന് അപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവർ ആര് എന്ന് തിരക്കി ചെല്ലുമ്പോഴാണ് ഇവരിൽ പലരും രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ ഏജന്റുമാരാണ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടി, ആ പാർട്ടി ഉണ്ടായ സാഹചര്യത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ഒരു സമരത്തെ ഒരു രീതിയിലും കണ്ടില്ല എന്ന് നടിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർട്ടി പോലും മറന്ന്, ഐഡിയോളജി മറന്ന് എല്ലാവരും അവിടെ എത്തുകയാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ സമരത്തെ ആന്റി നാഷണൽ എലമെന്റ്സിന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് BJP എതിർക്കുന്നത്. അതാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തു വരികയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, രാജ്യത്ത് നീറുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നീറ്റ് പ്രശ്നം നീറുന്ന പ്രശ്നമല്ല എന്നോ അതിനേതെങ്കിലും തരത്തിൽ മേറിട്ടില്ല എന്നുമല്ല പറഞ്ഞത്. പക്ഷെ സമാനമായ സാഹചര്യത്തിൽ ഇതിനെക്കാട്ടിലും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ സംസ്ഥാനത്ത് നോക്കൂ, ഇപ്പൊ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ജന്തർ പ്രതിഷേധിക്കുന്നവരിൽ എനിക്ക് തോന്നുന്നു ഒരു 50% മുകളിലുള്ള ആൾക്കാർ മലയാളികളാണ്. ആ മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ PSC സംബന്ധിച്ച വിശ്വാസ്യത എന്തായിരുന്നു? ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ PSCയുടെ വിശ്വാസ്യത തകർത്ത്, PSCയുടെ റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ച് നമ്മുടെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർ മുട്ടിലിഴഞ്ഞില്ലേ? ചിരട്ടയിൽ കഞ്ഞി കുടിക്കുന്ന മണ്ണുവാരി തിന്നുന്ന സമരം നടത്തിയില്ലേ? മുട്ടിലിഴഞ്ഞില്ലേ? തലമുണ്ടനം ചെയ്തില്ലേ? എത്രയെത്ര ദയനീയമായ സമരങ്ങൾ ഈ സംസ്ഥാനത്ത് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ, വെറും 4-5 വർഷങ്ങൾക്ക് മുൻപ് നടന്നില്ലേ? എന്താ അന്നൊന്നും ഇവരാരും ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാതെ പെട്ടെന്ന് എന്താണ് ജന്തർ മന്ദർ മാത്രം ഇവരുടെ ദൃഷ്ടിയിലേക്ക് വരുന്നത്? കാരണം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് അവരുടെ ദൃഷ്ടി കൊണ്ടുവരണമെങ്കിൽ അതിന് പേയ്മെന്റ് നടത്താൻ ആളില്ല. നേരെ മറിച്ച് ജന്തർ മന്ദറിലേക്ക് നിങ്ങൾ ദൃഷ്ടി വായിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടും എന്ന് വരുമ്പോഴാണ് ഇവരൊക്കെ പുറത്തിറങ്ങിയത്. അല്ല എങ്കിൽ കേരളത്തിലെ എത്രയോ സിനിമാ നടന്മാരും നടിമാരുമുണ്ട്. അവര് ഈ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ സാമൂഹ്യ വിഷയങ്ങളെയും ക്ലോസായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരിൽ പലരുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നോക്കിയാൽ അറിയാം, സെൽഫ് പ്രൊമോഷൻ അല്ലാതെ, അവരുടെ സിനിമകളുടെ കാര്യങ്ങളല്ലാതെ, അവരുടെ മുഖവും അവരഭിനയിച്ച സിനിമകളെ പറ്റിയും അല്ലാതെ ലോകത്തിലെ ഒരു വിഷയത്തെ പറ്റിയും പ്രതികരിക്കാത്തവർ, സ്വന്തം നാട്ടിൽ പട്ടിണി കൊണ്ട് ജനം മരണമടയുമ്പോൾ, ദുരഭിമാന കൊലകൾ നടക്കുമ്പോൾ, അതിക്രൂരമായി പെൺകുഞ്ഞുങ്ങൾ പിച്ചു ചീന്തപ്പെടുമ്പോൾ, ഈ രാജ്യത്തെ PSC അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിച്ചപ്പോൾ ഒന്നും തോന്നാത്ത ഒരു വികാരം
വളരെ പെട്ടെന്ന് നീറ്റ് എക്സാമിന്റെ കാര്യത്തിൽ തോന്നുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികതയാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട്, ഈ രാജ്യത്തെ തകർക്കാതിരിക്കുന്നവരുണ്ട്. അവർ പല രീതിയിലാണ്. നിങ്ങൾ നോക്കുക, അതിൽ ഇസ്ലാമിസ്റ്റുകൾ കടന്നുകൂടിയിട്ടില്ലേ? എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്? ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്നത്, സത്യത്തിൽ ഈ സമരം ഉടനെ അവസാനിക്കരുത് എന്നാണ് വ്യക്തിപരമായ ആഗ്രഹം. കാരണം വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം, അത് വേറെ. പക്ഷെ ഈ സമരം അവിടെ തുടരണം. ഈ സമരം ഓരോ മണിക്കൂറും മുൻപോട്ട് പോകുമ്പോഴും രാജ്യവിരുദ്ധ ശക്തികളെ മുഴുവൻ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ രാജ്യത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.